ഹായ് കൂട്ടുകാരെ, എല്ലാ മാസവും വീട്ടിലെ വേലയ്ക്ക് ചെറുപ്പക്കാരായ ആണുങ്ങളെ മാറ്റി മാറ്റി നിർത്തുന്ന ഒരു കൊച്ചമ്മയുടെ കഥയാണ്. കൊച്ചമ്മയ്ക്ക് വീട്ടിലെ ജോലി മാത്രം ചെയ്തു കൊടുത്താൽ പോരാട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടങ്ങുന്നത് കാണിക്കുന്നത് ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് വരുന്ന കൊച്ചമ്മേനെയാണ്. അപ്പോൾ അപ്പുറത്ത് കൂട്ടുകാരിയാണ്. ഞാൻ എത്ര നേരം വിളിക്കുന്നു, നീ എവിടെയായിരുന്നു? ഞാൻ ബാത്റൂമിലായിരുന്നു. ബാത്റൂമിൽ എന്താ പരിപാടി? ഞാൻ നിന്നെ വിളിച്ച കാര്യം പറയാൻ മറന്നു. നീ ഇന്ന് വൈകുന്നേരം വീട് വരെ ഒന്ന് വരുമോ? ഇന്നെനിക്ക് വരാൻ പറ്റില്ല, ഇന്നെൻ്റെ വീട്ടിൽ പുതിയ സെർവൻറ്റ് വരുന്നുണ്ട്. നീ മാസം മാസം സെർവൻറ്റിനെ മാറ്റുകയാണല്ലോ. കോളിമെല്ലിൻ്റെ സൗണ്ട് ആയിട്ട് കൊച്ചമ്മ ഫോൺ വെച്ച് കേട്ടാ. എന്നിട്ട് പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ സെർവൻ്റാണെന്ന് തോന്നുന്നു. അവനെ അടിമുടി ഫുള്ളായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കും. എന്ന് വെച്ചാൽ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുകയാണ്. ഇപ്പം പറയും, ഞാൻ പത്മാൻറ്റി പറഞ്ഞിട്ട് വന്നതാണ്, എൻ്റെ പേര് ഗോപാലൻ എന്നാണ്. ശരി, അകത്തേക്ക് വരും. നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? എനിക്കെല്ലാ ജോലി അറിയാം. പാത്രം കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാം അറിയാം. ഓക്കെ ശരി, പോയി ഫ്രഷ് ആക്ക്, അറ്റത്താണ് റൂമെന്ന് പറയും. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. ഞാൻ കുറച്ച് താമസിച്ചു എണീക്കാൻ എന്നൊക്കെ പറഞ്ഞ് ബെഡൊക്കെ നേരെയാക്കിയിട്ട് പിന്നെ പണി തുടങ്ങിയാണ്. ഓരോരോ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കാണ്, കിച്ചണ് അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം വൃത്തിയാക്കുമ്പോഴത്തേക്കും കൊച്ചമ്മയാണെങ്കിൽ രാവിലെ എണീറ്റ് വരികയാണ്. വന്നപാടെ സോഫയിലിരുന്നിട്ട് പേപ്പറൊക്കെ എടുത്ത് വായിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവനെ വിളിച്ചിട്ട് പറയും, ഗോപാലിനെ വിളിച്ചിട്ട് പറയും, എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുപോകുക. അപ്പോൾ ഇവൻ ചായയും കൊണ്ട് വന്നു കേട്ടോ. ചായ കൊണ്ട് മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, ചായ മൊത്തം ഇവൻ്റെ ഷർട്ടിൽ വീഴും. ഷർട്ട് ഊരാനൊക്കെ നിങ്ങൾ പറയും. വേണ്ട എന്ന് ഇവൻ പറഞ്ഞാലും നീ ഷർട്ട് ഊര്, എന്താ കുഴപ്പം, എൻ്റെ അടുത്ത് നാണമാണ്, നീ ഷർട്ട് ഊര്, ഞാൻ പോയി മെഡിസിൻ എടുത്തിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് മെഡിസിൻ എടുത്ത് വന്നിട്ടാണ് ഇവളൊരു നോട്ടമുണ്ട് കേട്ടോ. ഇവനാണ് ഷർട്ട് ഊരി ഇങ്ങനെ നിൽക്കുകയല്ലേ, ഒരു ജാതി വല്ലാത്ത നോട്ടം നോക്കും. ഇവനാണെങ്കിലും ഭയങ്കര നാണക്കേടാണ്. ഇവളാണെങ്കിൽ പിടിച്ചു നിർത്തി മരുന്നൊക്കെ പുരട്ടി കൊടുക്കും. എന്നിട്ട് ഇവനാണെങ്കിൽ പോകും കേട്ടോ. അപ്പോൾ ഇവൾ പറയും ഷർട്ട് ഇടണ്ട. എന്നിട്ടാണെങ്കിൽ പോയിട്ട് നോക്കുകയാണ്. ഈ നോക്കിയെന്ന് വെച്ചാൽ ഇവനെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുകയാണ്. പിന്നെ ഇവളാണ് ഇവനെ അടുത്തിരുത്തും കേട്ടോ. എങ്ങനെയൊക്കെ കാര്യം സാധിക്കണം. എന്നിട്ട് അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് തലയിലൊക്കെ പിടിച്ച് ഇങ്ങനെ മൂടാക്കി വിടുകയാണ് കേട്ടോ. ഇവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇവനെ കൊണ്ട് കാര്യം സാധിക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ദിവസമാണെങ്കിൽ ഇവളാണെങ്കിൽ ഡോറ് തുറന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും, നീ നല്ലപോലെ കുളിക്കുക, മേലൊക്കെ നല്ലപോലെ കഴുകുക, എല്ലാം നല്ലപോലെ കഴുകുക, എന്നിട്ട് റൂമിലേക്ക് പോകാമെന്ന് പറയും. ഇപ്പോൾ റൂമിൽ ചെന്നപ്പം ഇരിക്കുമെന്ന് പറയും. എന്നിട്ട് കുറച്ചുകൂടെ അടുത്തേക്ക് ഇരിക്കുക, നിനക്കെന്താണ്, നാണമാണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവിടെ കിടക്കാമെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് അവർ തമ്മിലുള്ള കലാപരിപാടികളാണ്. അങ്ങനെ ഇതാണ് ഇവരുടെ പരിപാടി, സ്ഥിരം സെർവൻറ്റിനെ മാറ്റി മാറ്റി മാസം. പിന്നെ ഇവൾ പിറ്റേ ദിവസം കാണിക്കുകയാണ് കേട്ടോ. എനിക്കെന്തോ ഇത് ശരിയാന്ന് തോന്നുന്നില്ല, ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ എനിക്ക് നാണക്കേടാവും എന്നൊക്കെ ഇവൻ പറയുകയാണ് ഇവളോട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിനൊന്നും അല്ല ഇവിടെ വന്നത്, എൻ്റെ അമ്മ വയ്യാതെ കിടക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ ചെയ്ത പൈസയൊക്കെ ഞാൻ എങ്ങനെ അടയ്ക്കും, എന്നോട് ക്ഷമിക്കണം, ഞാൻ പോവുകയെന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ പണി കഴിക്കും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഒരു അലമാര തുറന്നിട്ട് അവിടുന്ന് സംഭവം 3 കത്തിയുണ്ട് അവിടെ, അതിൻ്റെ കൂടെ ഈ ഒരു കത്തിയും കൂടെ കയറ്റി വെക്കും. അപ്പം 4 ആയി. അപ്പോൾ ഇതാണ് ഇവളുടെ പരിപാടി, മാസം സെർവൻറ്റിനെ മാറ്റി അവരെ അനുസരിച്ചില്ലെങ്കിൽ തീർക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.